ഈ നോമ്പിൻ്റെ ഫിദിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഉമ്മയുടെ 30 നോമ്പിൻ്റെയും ഫിദിയ അത് ഒന്നിച്ചു കൊടുക്കാമോ, അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്? ഫിദിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ആളുകളുടെ ധാരണ തിരുത്താനുള്ളത്, അവർ മനസ്സിലാക്കിയത് എന്ത് കാര്യത്തിൻ്റെയും പരിഹാരം ഫിദിയാണ്. ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഗർഭിണിയാണ്, കഴിഞ്ഞ വർഷത്തെ നോമ്പ് നോറ്റിട്ടില്ല, അതുകൊണ്ട് ഫിദിയ കൊടുത്താൽ പോരെ. അതപ്പോൾ രോഗിയായിരുന്നു, നോറ്റിട്ടില്ല, 10-25 നോമ്പ് നോറ്റിട്ടില്ല, ഇപ്പോഴത്തെ അവസ്ഥൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോമ്പൊക്കെ നോൽക്കാൻ പറ്റും, അപ്പോൾ കഴിഞ്ഞ നോമ്പിൻ്റെ ഫിദിയ കൊടുത്താൽ പോരാ. ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ അത് നോൽക്കുക തന്നെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. രോഗിയാകട്ടെ, ഗർഭിണിയാകട്ടെ, മുലയൂട്ടുന്നവളാകട്ടെ, അവരൊക്കെ നോമ്പ് നോൽക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ നോമ്പ് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഒരിക്കലും നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ, അതിൽ നോമ്പ് ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഫിദിയ എന്നത്. ഫിദിയ അത് ആളുകൾ പറയാറുള്ളത് മുദ്ദ് കൊടുക്കുക എന്നാണ്. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 2 കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ കൊള്ളുന്ന വസ്തുക്കൾക്കാണ് ഒരു മുദ്ദ് എന്ന് പറയുക. അങ്ങനെ 4 കോരൽ കോരുമ്പോൾ അതിനൊരു സാ എന്ന് പറയും. ഒരു സാ ആണല്ലോ സക്കാത്തുൽ ഫിത്രായി കൊടുക്കാറുള്ളത്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നതും ഷെയ്ഖ് ഉസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതും ഒരു മുദ്ദല്ല 2 മുദ്ദാണ്. എന്ന് പറഞ്ഞാൽ നിസ്ബ് സാ, അര സാ. അത് അര സാ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഈ ഇപ്പോൾ പറയിലോ നാഴിയിലോ നാരായത്തിലൊക്കെ തൂക്കുമ്പോൾ എന്താണോ തൂക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്ന പോലെ ഒരു അര സാ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1,300 1,500 ഇടയിൽ ആയിരിക്കും. അപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 1,300 വെച്ച് അരി കൊടുക്കുക. 30 നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കുക, ഒന്നിച്ച് കൊടുക്കുക, അല്ലാത്ത രൂപത്തിൽ കൊടുക്കുക. ഇനി ഒരാൾക്ക് ഒരിക്കലും ഈ വർഷത്തെ നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായ ഉറപ്പാണ് എങ്കിൽ അയാൾക്ക് വേണ്ടി മുമ്പ് തന്നെ ഭക്ഷണം കൊടുക്കാം. ഫിദിയ 2 രൂപത്തിൽ കൊടുക്കാം. ഒന്ന് ഭക്ഷണമാക്കി കൊടുക്കുക, റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്രയും നോമ്പ് തുറപ്പിക്കുക. പക്ഷേ ഫക്കീറും മിസ്കീനുമായിരിക്കണം. 30 നോമ്പ് കിട്ടൂല എന്ന് ഉറപ്പാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് തുറ സംഘടിപ്പിച്ച് 30 പോട്ടെ, നോമ്പ് തുറ തന്നെ വേണമെന്നില്ല, ഭക്ഷണമായി കൊടുക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യമായപ്പോൾ അദ്ദേഹം സുദീർഘമായി ജീവിച്ച സഹാബിയാണ്. ലഹ്മും ഖുബസും, റൊട്ടിയും മാംസവും കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണമായി കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെ മുഖ്യാഹാരമായ നമ്മുടെ നാട്ടിൽ മുഖ്യാഹാരമോ ഒരു നോമ്പിന് ഒരു 1,300 1,400 അരി കൊടുക്കുക. കൂട്ടത്തിൽ എന്തെങ്കിലും അധികമായി കറി വെക്കാൻ കൊടുത്താൽ നല്ലതാണ്, ഇല്ലെങ്കിലും ഇത് മതിയാവുന്നതാണ്. അങ്ങനെ ഒന്നിച്ച് കൊടുക്കുക, അല്ലാത്ത രൂപത്തിൽ കൊടുക്കുക.